കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിസ്കോസിറ്റിയെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ലിക്വിഡ് ആണെങ്കിൽ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ കോഹിഷൻ ഡിക്രീസസ് ലീഡിങ് ടു ഡിക്രീസ് ഇൻ വിസ്കോസിറ്റി. അതായത് ഒരു ലിക്വിഡിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ കോഹിഷൻ കുറയുകയും അതുവഴി വിസ്കോസിറ്റിക്ക് എന്തുണ്ടാകുന്നു, കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഗ്യാസ് ആകുന്ന സമയത്ത് ഫോർ ഗ്യാസ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഫർദർ ഇൻക്രീസസ് ദ മോളിക്കുലാർ കൊളീഷൻ. അപ്പോൾ ഗ്യാസ് എടുക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അത് മോളിക്കുലാർ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുകയും മോളിക്യൂൾസുകൾ തമ്മിലുള്ള കൊളീഷൻ കൂടുകയും അതുവഴി എന്ത് കൂടുന്നു, വിസ്കോസിറ്റി കൂടുന്നു. അപ്പോൾ ലിക്വിഡ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, കാരണം കോഹിഷൻ കുറയുന്നത് കൊണ്ട്. കോഹിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം മോളിക്യൂൾസ് ആണ്. ഗ്യാസ് ഇടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്ത് കൂടുന്നു, മോളിക്കുലാർ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി വിസ്കോസിറ്റി കൂടുകയും ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി, റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ എന്നാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അതായത് അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന വിസ്കോസിറ്റിയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഏത്, കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പം ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ഓവർ റോ. അതുപോലെ ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ദ പവർ ഓഫ് 3/2 ഫോർ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൽ ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ 3/2 ടി ദ പവർ ഓഫ് 3/2 ഈക്വൽ ആണ്. ടി എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആയിരിക്കണം, ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം. അതുപോലെ മ്യൂ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്, റൂട്ട് ടി ഇൻ ജനറൽ കേസ്, അത് ജനറൽ കേസിലാണ്. ടി ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരുമ്പോൾ നമുക്ക് ഡയമെൻഷൻ ഫോർമുല എഴുതാം. മീറ്റർ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡയമെൻഷൻ മീറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന എൽ ആണ്. സോ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ഓവർ ഡിനോമിനേറ്ററിലുള്ളത് സെക്കൻഡ് ആണ്. സെക്കൻഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടി, ക്യാപിറ്റൽ ടി, ടൈം. സോ എൽ സ്ക്വയർ ഓവർ ടി, ദാറ്റ് ഈസ് എൽ സ്ക്വയർ. ഡിനോമിനേറ്ററിലുള്ള ടിയെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ എഴുതാം, ടി ദ പവർ ഓഫ് -1. So the dimensional formula for kinematic viscosity എന്താണ്, എൽ സ്ക്വയർ ടി ദ പവർ ഓഫ് -1 ആണ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. അതുപോലെ സ്റ്റോക്കിലും പറയാറുണ്ട്. 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ 1 സ്റ്റോക്ക് എന്ന് പറയുന്നതിന് നമുക്ക് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയാം. അതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കംപ്രസിബിലിറ്റി ആണ്. എന്താണ് കംപ്രസിബിലിറ്റി? കംപ്രസിബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് റിഫേഴ്സ് ടു എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് വോളിയം ആൻഡ് ഡെൻസിറ്റി വെൻ സബ്ജക്റ്റഡ് ടു പ്രഷർ. അപ്പോൾ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൻ്റെ കഴിവാണ്, എന്തിനുള്ള കഴിവ്, ചേഞ്ച് ചെയ്യാനുള്ള, വോളിയവും ഡെൻസിറ്റിക്കും ചേഞ്ച് വരുത്താനുള്ള ആ ഫ്ലൂയിഡിൻ്റെ കഴിവിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ദ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി ബീറ്റാ സഫിക്സ് ഇ defined as a relative change of volume or density per unit pressure. ഒരു യൂണിറ്റ് പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്തിന്, വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച്, റിലേറ്റീവ് ചേഞ്ച് ഓഫ് വോളിയം അല്ലെങ്കിൽ റിലേറ്റീവ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി പെർ യൂണിറ്റ് പ്രഷർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബീറ്റ സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് dV/V, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ഓവർ ഒറിജിനൽ വോളിയം. അതിനെയാണ് നമ്മൾ വോളിമെട്രിക് സ്ട്രെയിൻ എന്നൊക്കെ പറയാം. ഓവർ dP, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രഷർ. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് എന്ത് കുറയുന്നു, വോളിയം കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബീറ്റ സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് dV/V ഓവർ dP, അല്ലെങ്കിൽ ഡെൻസിറ്റി വെച്ച് എഴുതുകയാണെങ്കിൽ dρ/ρ ഓവർ dP. ഇതാണ് കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. dP എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ ആണ്, dV എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആണ്, V ഒറിജിനൽ വോളിയം ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ആണ്, dρ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഇനി നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ് ഡിക്രീസ് ഇൻ വോളിയം വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അടുത്ത് പറയുന്നതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. എന്താണ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റി? ബൾക്ക് മോഡുലസ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ K ആണ്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ടു ദ വോളിമെട്രിക് സ്ട്രെയിൻ. അതായത് കംപ്രസീവ് സ്ട്രെസ്സും, കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ബോഡിയിലേക്ക് നമ്മൾ ബോഡിക്കകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു ഇന്റേണൽ ഫോഴ്സ്
ഡെവലപ്പ് ചെയ്യും ആ യൂണിറ്റ് ഏരിയ. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് കംപ്രസീവ് സ്ട്രെസ്. ആ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെയും വോളിമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റി കിട്ടി. ദാറ്റ് ഈസ് 1/βc. ദാറ്റ് ഈസ് dP/dV/V. നെഗറ്റീവ് സൈൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പ്രഷർ കൊടുക്കുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ബൾക്ക് മോഡുലസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് ആർ ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ. ഒരു ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആയാലും ശരി സോളിഡ് ആയാലും ശരി അതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ബൾക്ക് മോഡുലസ് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എ ഗിവൺ ലിക്വിഡ് ആൻഡ് സോളിഡ് the bulk modulus will be a constant. For gases, bulk modulus is not the property of material but depends on the process. അപ്പം ഒരു ലിക്വിഡും സോളിഡും എടുക്കുകയാണെങ്കിൽ ഈ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ലിക്വിഡോ ഒരു പർട്ടിക്കുലർ സോളിഡോ എടുത്താൽ അതിൻ്റെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഫോർ ഗ്യാസിലേക്ക് വരുമ്പോൾ ബൾക്ക് മോഡുലസ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ബട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രോസസ്. അപ്പോൾ ആ വാല്യൂ പ്രോസസ്സിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റിയുടെ വാല്യൂ ഗ്യാസിൽ വരുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കും. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കണ്ടീഷൻ അനുസരിച്ച് പ്രോസസ്സ് അനുസരിച്ച് അതിൻ്റെ വാല്യൂയിൽ എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും. എന്നാൽ ഒരു സോളിഡോ ലിക്വിഡോ ഫോർ എ ഗിവൺ ലിക്വിഡോ ആൻഡ് സോളിഡ് ബൾക്ക് മോഡുലസ് വിൽ ബി എ കോൺസ്റ്റന്റ്. ബൾക്ക് മോഡുലസ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കാം നമുക്ക് ഏതൊക്കെ പ്രോസസ്സിൽ എങ്ങനെ വരുമെന്ന്. ഒരു ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. ആ സമയത്ത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? 0. ആൻഡ് ദ കംപ്രസിബിലിറ്റി എന്താണ്? റെസിപ്രോക്കൽ ആണല്ലോ. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റിയുടെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ കംപ്രസിബിലിറ്റി. സോ ഇൻഫിനിറ്റി ആയിരിക്കും. കംപ്രസിബിലിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആയിരിക്കും. ഒരു ഐസോബാറിക് പ്രോസസ്സ്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോളിയം ആണ് അവിടെ കോൺസ്റ്റന്റ്. വോളിയം ഈസ് കോൺസ്റ്റന്റ്. ആ സമയത്ത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റിയുടെ വില ഇൻഫിനിറ്റി ആണ്. അതുപോലെ കംപ്രസിബിലിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഐസോ തെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്? ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സുകളിൽ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു പി. പ്രഷറിന് ഈക്വൽ ആണ്. അതുപോലെ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/p ആയിരിക്കും. റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് പ്രഷർ. ഇനി ഐസെൻട്രോപിക് പ്രോസസ്സ് വരുന്ന സമയത്ത് PV റെസ്റ്റ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഐസെൻട്രോപിക് മീൻസ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ്സിൽ PV റെസ്റ്റ് ടു ഗാമ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ K എന്ന് പറയുന്ന ബൾക്ക് മോഡുലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഗാമ ആൻഡ് പ്രഷർ, ഗാമ പി ആണ്. ഗാമ ഒരു ഇൻഡെക്സ് ആണ്. ഓക്കെ, കംപ്രസിബിലിറ്റി എന്താണ്? അതിൻ്റെ റേഷ്യോ എടുക്കുക 1/γp ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ പ്രോസസ്സിനനുസരിച്ച് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസിറ്റിയുടെ വില ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും ഫോർ ഗ്യാസ്. പക്ഷേ ലിക്വിഡിലും സോളിഡുമാണെങ്കിൽ ഫോർ എ ഗിവൺ ലിക്വിഡ് ആൻഡ് സോളിഡ് ബൾക്ക് മോഡുലസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം 4 പ്രോസസ്സുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, ഐസോട്രോപിക് പ്രോസസ്. ഐസോട്രോപിക് പ്രോസസ് PV റെസ്റ്റ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഗാമ ഒരു അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്. ആ ഗാമയുടെ വില ഫോർ എയർ ആണ്. ഗ്യാസ് ഒരു എയർ ആണെങ്കിൽ ഗാമയുടെ വില 1.4 ആണ്. പിന്നെ ഗ്യാസ് മാറുന്നതനുസരിച്ച് ആ വാല്യൂയിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ദെൻ നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡിലേക്കാണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ സീറോ വിസ്കോസിറ്റി, അതായത് വിസ്കോസിറ്റി ഒന്നുമില്ലാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി 0 ആയിരിക്കും, ഇൻകംപ്രസിബിൾ നേച്ചർ ആയിരിക്കും, സീറോ സർഫസ് ടെൻഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലൂയിഡുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അടുത്തത് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വിച്ച് ഹാസ് വിസ്കോസിറ്റി. ഇതിനൊരു വിസ്കോസിറ്റി കാണും, ഫൈനൈറ്റ് കംപ്രസിബിലിറ്റി ആയിരിക്കും. ഇൻകംപ്രസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒരു കംപ്രസിബിലിറ്റി ഉണ്ടായിരിക്കും, ആൻഡ് സർഫസ് ടെൻഷൻ. അവിടെ എന്തുകൊണ്ട്? അതിനൊരു സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പം ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഐഡിയൽ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റി 0 ആണ്, ഇൻകംപ്രസിബിൾ ആണ്, സീറോ സർഫസ് ടെൻഷനും ആയിരിക്കും. എന്നാൽ റിയൽ ഫ്ലൂയിഡ് വരുമ്പോൾ അതിന് വിസ്കോസിറ്റി കാണും, ഫൈനൈറ്റ് കംപ്രസിബിലിറ്റി ഉണ്ട്, സർഫസ് ടെൻഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്താൽ 2 ആയിട്ട് തിരിക്കാം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും. അതായത് നമ്മൾ പറഞ്ഞില്ലേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ദ ടോ ഈസ് ഈക്വൽ ടു mu into du by dy.
ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അപ്പോൾ ഇവിടെ ഈ ന്യൂട്ടൺ ലോ വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡുകളെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നും, ഇത് ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡുകളെയാണ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നും പറയുന്നത്. ഇനി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈം ഇൻഡിപെൻഡൻറ്റും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും. ടൈമിന് ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഫ്ലൂയിഡുകളാണ് ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ്, ബിങ്ങിംഹാം പ്ലാസ്റ്റിക്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അതുപോലെ ടൈം ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡുകളാണ് തിക്സോട്രോപിക് ആൻഡ് റിയോപെക്റ്റിക് ഫ്ലൂയിഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതായത് ന്യൂട്ടൺ ലോ വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡുകളെ ന്യൂട്ടോണിയൻ എന്നും, ന്യൂട്ടൺ ലോ വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡുകളെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും. ആ നോൺ ന്യൂട്ടോണിയനെ തന്നെ ടൈം ഇൻഡിപെൻഡൻ്റ് എന്നും ടൈം ഡിപ്പെൻഡൻ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈം ഇൻഡിപെൻഡൻറ്റിൽ വരുന്ന ഫ്ലൂയിഡുകളാണ് ഡൈലറ്റൻറ്റ്, അതായത് ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്, ദെൻ ബിങ്ങിംഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, അതായത് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്. ടൈം ഡിപ്പെൻഡൻറ്റ് വരുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡ് ആൻഡ് റിയോപെക്റ്റിക് ഫ്ലൂയിഡ്. ഇനി ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെയൊക്കെ നമുക്ക് ഒരു ലോ വെച്ച്, ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് പവർ ലോ മോഡൽ എന്ന് പറയും. ആ പവർ ലോ മോഡലാണ് ടോ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ പവർ ഓഫ് എൻ. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് റെപ്രസെൻറ്റിങ് ഈൽഡ് സ്ട്രെസ്. അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എപ്പോഴും. എൻ എന്ന് പറയുന്നത് ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ആണ്. ഇനി ഇത് അപ്പാരൻറ്റ് വിസ്കോസിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു എ പ്ലസ് മ്യൂ അപ്പാരൻറ്റ് ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അതായത് മ്യൂ അപ്പാരൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി ടൈംസ് ഡി യു ബൈ ഡി വൈ ദ പവർ ഓഫ് എൻ മൈനസ് 1 എന്നാണ്. അപ്പം അപ്പാരൻറ്റ് വിസ്കോസിറ്റി വെച്ച് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡുകളെ കുറിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പവർ ലോ മോഡൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡുകളെ കുറിച്ച് മെഷർ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഒരു എംബ്രിക്കൽ ഫോർമുലയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു എംബ്രിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ ബിഹേവിയറിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എംബ്രിക്കൽ ഫോർമുലയാണ് ഇവിടെ പവർ ലോ മോഡൽ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഈസ് സെറ്റ് ടു ബി ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ് ഇഫ് അപ്പാരൻറ്റ് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഡിഫോർമേഷൻ റേറ്റ്. അപ്പോൾ ഡിഫോർമേഷൻ റേറ്റിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ ആ ടൈപ്പ് ഫ്ലൂയിഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നു, ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്. അവിടെ എയുടെ വില 0യും എൻ എന്ന് പറയുന്നത് ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1, അതായത് ഈൽഡ് സ്ട്രെസ് 0യും ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഫ്ലൂയിഡുകളെയാണ് ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യുക്ക് സാൻഡ്, ബട്ടർ, ഓബ്ലേക്ക്, റൈസ് സ്റ്റാർച്ച്, സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ, ഇതൊക്കെ ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഇതൊക്കെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ വരുന്നതാണ്. അടുത്താണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അവിടെയും ഈൽഡ് സ്ട്രെസ് 0 ആണ്, ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. Fluid is said to be pseudoplastic fluid if apparent viscosity decreases. ഇവിടുത്തെ apparent viscosity എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും വിത്ത് ദ ഡിഫോർമേഷൻ റേറ്റ്. അപ്പോൾ അപ്പാരൻറ്റ് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണെങ്കിൽ ഡൈലറ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഇവിടെ അപ്പാരൻറ്റ് വിസ്കോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വിത്ത് ഡിഫോർമേഷൻ റേറ്റ്. അതുപോലെ എൻ ലെസ് ദാൻ, ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നു, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ബ്ലഡ്, മിൽക്ക്, പേപ്പർ പൾപ്പ്, വാട്ടർ സൊല്യൂഷൻ, പോളിമറിക് സൊല്യൂഷൻ, റബ്ബർ, മൊളാസസ്, സ്ലറി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോണം. ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഏത് ഫ്ലൂയിഡുകളാണെന്ന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും വരാം. ബിങ്ങിംഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണ്. അവിടെ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, എൻ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്നിൻ്റെ വില 1ഉം ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് 1ഉം ഈ ഈൽഡ് സ്ട്രെസ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം ബിങ്ങിംഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണ്. ഇറ്റ് ബിഹേവ്സ് ആസ് എ റിജിഡ് ബോഡി. ഇതൊരു റിജിഡ് ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യും അറ്റ് ലോ സ്ട്രെസ്. അതായത് സ്ട്രെസ് വളരെ കുറവാണെങ്കിൽ അതൊരു റിജിഡ് ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ ബട്ട് ഫ്ലോ, പിന്നെ ഒഴുകാൻ തുടങ്ങും, ഒരു വിസ്കസ് ഫ്ലൂയിഡ് പോലെ ഒഴുകാൻ തുടങ്ങുന്നു അറ്റ് ഹൈ സ്ട്രെസ്. അപ്പം ഒരു ലോ സ്ട്രെസ്സിൽ ഇതൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യുകയും എന്നാൽ ഹൈ സ്ട്രെസ് വരുമ്പോൾ ഇത് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ഫ്ലൂയിഡുകളെയാണ് നമ്മൾ ബിങ്ങിംഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്.
ഇവിടെയും ദിസ് ഫ്ലൂയിഡ് ആൾവേസ് ഹാവ് എ സർട്ടൻ മിനിമം ഷിയർ സ്ട്രെസ് ബിഫോർ ദേ ഈൽഡ്. ഈൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഷിയർ സ്ട്രെസ് എവിടെ കാണും? ഈ ഫ്ലൂയിഡിൽ കാണും. ഷിയർ സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസസ് വെൻ അപ്പാരൻറ്റ് വിസ്കോസിറ്റി റിമെയിൻ സെയിം. അതായത് ഷിയർ സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അപ്പാരൻറ്റ് വിസ്കോസിറ്റി എന്തില്ല? റിമെയിൻ സെയിം. ഇവിടെ ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. അപ്പം എക്സാമ്പിൾ സീവേജ് സ്ലഡ്ജ്, ഡ്രില്ലിംഗ് മഡ്, ടൂത്ത് പേസ്റ്റ്, ജെല്ല്, ഇവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബിങ്ഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഇതൊരു റിജിഡ് ബോഡി ആയിട്ട് ലോ സ്ട്രെസ്സിൽ ബിഹേവ് ചെയ്യും. കാരണം നമ്മളിപ്പം ടൂത്ത് പേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് നമ്മൾ നല്ല ഒരു പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് ഒരു ഫ്ലോ നടക്കുന്നത്, അല്ലാത്തപ്പോൾ അത് ഫ്ലോ ഇല്ല. അപ്പോൾ അത് ഒരു റിജിഡ് ബോഡി ആയിട്ട് ലോ സ്ട്രെസ്സിൽ ബിഹേവ് ചെയ്യുകയും എന്നാൽ ഹൈ സ്ട്രെസ്സിൽ ഒരു വിസ്കസ് ഫ്ലൂയിഡായി മാറുന്ന ഫ്ലൂയിഡുകളെയാണ് നമ്മൾ ബിങ്ഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അടുത്തത് റിയോപെക്റ്റിക് ഫ്ലൂയിഡ് ആണ്. ഈൽഡ് സ്ട്രെസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, എൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ റിയോപെക്റ്റിക് ഫ്ലൂയിഡിൽ അപ്പാരൻറ്റ് വിസ്കോസിറ്റി എന്ത് ചെയ്യും? കൂടുന്നു ടൈമിനനുസരിച്ച്. അപ്പാരൻറ്റ് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ ആ ഫ്ലൂയിഡുകളെയാണ് റിയോപെക്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ജിപ്സം, ബെൻറ്റോണൈറ്റ് സ്ലറി, വിപ്പിംഗ് ക്രീം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? റിയോപെക്റ്റിക് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. അതുപോലെ തിക്സോട്രോപിക് ഫ്ലൂയിഡ് ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 1, എൻ ലെസ് ദാൻ 1 ആയിരിക്കും. ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ അപ്പാരൻറ്റ് വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി കുറയുന്നു. മറ്റേതെന്തായിരുന്നു? റിയോപെക്റ്റിക് ഫ്ലൂയിഡ് ടൈമിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി കൂടുന്നു. ഇവിടെ ടൈമിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, പ്രിൻ്ററിൻ്റെ ഇങ്കുകൾ, ഹാൻഡ് ലോഷൻ, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? തിക്സോട്രോപിക് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഇതാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പല ഫ്ലൂയിഡുകളുടെ. ഐഡിയൽ ഫ്ലൂയിഡ് വേണ്ട എക്സ് ആക്സിസിലൂടെ ആയിരിക്കും. ഐഡിയൽ സോളിഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് പോകുന്നതായിരിക്കും. ദെൻ ഡൈലറ്റൻ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഒരു സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഡൈലറ്റൻ ഫ്ലൂയിഡ് തന്നെ ഒരു ചെറിയ കർവ്. സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, എടുത്തത് റിയോപെക്റ്റിക്, ബിക്കിംഗ്ഹാം പ്ലാസ്റ്റിക്, തിക്സോട്രോപിക്. ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈൽഡ് സ്ട്രെസ്. എ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ ബാക്കിയുള്ള ഭാഗമാണ് ഷിയർ സ്ട്രെസ്. അവിടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡുകളാണ് തിക്സോട്രോപിക്, ബിങ്ഹാം പ്ലാസ്റ്റിക്, റിയോപെക്റ്റിക്. ഇത് റിയോപെക്റ്റിക്കും തിക്സോട്രോപിക് ഫ്ലൂയിഡും ടൈമിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പാരൻറ്റ് വിസ്കോസിറ്റി ടൈമിനനുസരിച്ച് കൂടുകയാണെങ്കിൽ റിയോപെക്റ്റിക്, അതുപോലെ തന്നെ കുറയുകയാണെങ്കിൽ തിക്സോട്രോപിക് ഫ്ലൂയിഡാണ്.